PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്ററാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ വായിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും കോളങ്ങളിലുള്ളതുമായിട്ടുള്ള ഫാക്ട്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതൊക്കെ PSC എക്സാംസിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദഹന വ്യവസ്ഥ, ദഹനം, പോഷകാകിരണം, മില്ലസിൻ്റെ ഘടന, രക്തത്തിൻ്റെ ഘടന, ഹൃദയം, ഹൃദയാരോഗ്യം, സസ്യങ്ങളിലെ സംവഹനം, ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു വ്യക്തി എന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗം ധാന്യങ്ങളും, കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീൻ, പാലും പാലുൽപ്പന്നങ്ങളും എല്ലാം അടങ്ങിയതായിരിക്കണം ഒരു ഫുഡ് പ്ലേറ്റ്. അമീബ ആൻഡ് ഹൈഡ്ര. അമീബ എന്ന് പറയുന്നത് ഒരു ഏകകോശ ജീവിയാണ്. ഹൈഡ്ര എന്ന് പറയുന്നത് ലഘുഘടനയുള്ള ബഹുകോശ ജീവിയാണ്. ഓക്കെ, അമീബ ഏകകോശവുമാണ്, എന്നാൽ നമ്മുടെ ബഹുകോശ ജീവിയാണ് നമ്മുടെ ഹൈഡ്ര. ഓക്കെ, നമുക്കിതിൻ്റെ പോഷണം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അമീബ ആഹാര വസ്തുവിനടുത്ത് കപടപാദം ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നു. ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിലേക്ക് എത്തുന്നു. എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. കോശാന്തരിക ദഹനമാണിവിടെ നടക്കുന്നത്. അവശിഷ്ടങ്ങൾ കോശോപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. ഇതാണ് അമീബയുടെ പോഷണം. അടുത്തതായിട്ട് ഹൈഡ്രയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോഷണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്ര ടെൻറ്റിക്കിളുകളുടെ സഹായത്താൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. കോശബാഹ്യ ദഹനമാണ് ഹൈഡ്രയിൽ നടക്കുന്നത്. കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അവിടെ കോശാന്തരിക ദഹനവും നടക്കുന്നുണ്ട്. അവശിഷ്ടങ്ങൾ വായിലൂടെ പുറന്തള്ളുന്നു. ഓക്കെ, ഇതാണ് ഒരു ഹൈഡ്രയുടേത് പോഷണം നടക്കുന്നത്. അമീബയിലെ ആഹാര സ്വീകരണോപാധിയായിട്ട് വരുന്നത് എന്താണ്? കപടപാദം ഉപയോഗിച്ചിട്ടാണ്. ദഹനം നടക്കുന്നത് കോശത്തിനകത്താണ്. ദഹനാവശിഷ്ടം പുറത്തള്ളുന്നത് എവിടെയാണ്? കോശ ഉപരിതലത്തിലൂടെയാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ക്ലാസ് ഡിഫറൻസസ് മനസ്സിലായില്ലേ? ഹൈഡ്ര ടെൻറ്റിക്കിളുകളുടെ സഹായത്താലാണ് ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുന്നത്. ടെൻറ്റിക്കിളിൻ്റെ സഹായത്താലാണ്. ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ചിട്ടാണ് ദഹനം ആരംഭിക്കുന്നത്. കോശബാഹ്യ ദഹനം. പിന്നെ കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായ ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുന്നുണ്ട്. കോശാന്തരിക ദഹനം. അവശിഷ്ടങ്ങളെ പുറന്തള്ളുന്നത് ഹൈഡ്ര വായയിലൂടെയാണ്. ഓക്കെ, ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് ലഘുഘടനയുള്ള ബഹുകോശ ജീവിയായ ഹൈഡ്രയിൽ എത്തുമ്പോൾ കോശാന്തരിക ദഹനത്തിനു പുറമെ കോശബാഹ്യ ദഹനം കൂടി നടക്കുന്നുണ്ട്. ബഹുകോശ ജീവികളിൽ പോഷകാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ദഹന വ്യവസ്ഥയിലും ദഹന പ്രക്രിയയിലും നിരവധി വൈവിധ്യങ്ങളും സങ്കീർണതകളും ഉണ്ട്. നമ്മുടെ ദഹനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘുഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ്. രണ്ട് വിധത്തിലുണ്ട്: യാന്ത്രിക ദഹനവും രാസിക ദഹനവും. മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് കെമിക്കൽ ഡൈജഷൻ. ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും
ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയുമാണ് യാന്ത്രിക ദഹനം നടക്കുന്നത്. രാസിക ദഹനം എങ്ങനെയാണ് നടക്കുന്നത്? ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളായി മാറുന്നു. അപ്പോൾ 2 ദഹനം ഉണ്ട് എന്നത് മനസ്സിലാക്കി വെക്കുക. യാന്ത്രിക ദഹനവും രാസിക ദഹനവും. ഓക്കെ. ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുകയും പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് യാന്ത്രിക ദഹനമാണ്. ഒരു പശുവിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പശുക്കൾ തുടർച്ചയായി ചവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവയുടെ ആമാശയത്തിന് 4 അറകളാണ് ഉള്ളത്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപൊമാസം എന്നിവയാണവ. ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലെയും ഉള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരയ്ക്കുന്നതിലൂടെ ദഹനപ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നു. റൂമനിലാണ് താൽക്കാലികമായിട്ട് ഭക്ഷണം സംഭരിച്ചു വെക്കുന്നത്. ഓക്കെ. അടുത്തത് നമുക്ക് മൗത്തിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീർ എന്നിവ സഹായിക്കുന്നു. വിവിധ തരം പല്ലുകളും അവയുടെ ധർമ്മവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പല്ലിൻ്റെ ഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പല്ലിൻ്റെ പുറം കവചമാണ് ഇനാമൽ. നിർജീവമാണ്. ഇനാമലിന് ജീവനില്ല, നിർജീവമാണ്. പല്ലിൻ്റെ പുറം കവചമാണ്. അതോടൊപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥവും ഇനാമലാണ്. ഡെൻഡൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെൻഡൈനാണ്. ഡെൻഡൈൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് പൾപ്പ് കാവിറ്റിയാണ്. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നു. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. രക്തക്കുഴൽ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. സിമൻറ്റമാണ് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല. സിമൻറ്റമാണ് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ആമാശയമാണ്. സ്റ്റൊമക്ക്. പെരിസ്റ്റാൾസിസ്. ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആഹാരത്തിനെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആണ്. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നത് അവസാന ഭാഗത്തുള്ള വലയപേശിയാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, അതുപോലെ തന്നെ സെഗ്മെൻറ്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. ചെറുകുടലിൽ നടക്കുന്ന പ്രവർത്തനമാണ് പെരിസ്റ്റാൾസിസും സെഗ്മെൻറ്റേഷനും. ഇത് രണ്ടും യാന്ത്രിക പ്രവർത്തനങ്ങളാണ്. ഇവ ആഹാരത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കാനും ആഹാരത്തെ ദഹനരസവുമായി കലർത്താനും സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വിഴുങ്ങൽ ആണ് നോക്കാനുള്ളത്. എപ്പിഗ്ലോട്ടിസ്, ചെറുനാക്ക് എന്നിവയുടെ സ്ഥാനവും പ്രവർത്തനവും തിരിച്ചറിഞ്ഞ് വിഴുങ്ങൽ പ്രക്രിയയെക്കുറിച്ച് ധാരണ കൈവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം, നാക്ക്, അണ്ണാക്ക്, ചെറുനാക്ക്, ഗ്രസനി, എപ്പിഗ്ലോട്ടിസ്, അന്നനാളം, ശ്വസനനാളമൊക്കെ നമുക്ക് ഫോട്ടോയിൽ കാണാൻ പറ്റും. നമുക്ക് നോക്കാം. നാക്ക് ആഹാരത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നടക്കുന്നത് ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാകുഹരത്തെ ചെറുനാക്കടയ്ക്കുന്നു. പിന്നീട് നാക്കിൻ്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് ഒരു ദഹന വ്യവസ്ഥ, മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയാണ് പഠിക്കാനുള്ളത്. വായിൽ എന്ത് സംഭവിക്കുന്നു? ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിൻ്റെ സഹായത്തോടെ അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നു. അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് വായയിൽ വെച്ചിട്ടാണ്.
ഉമിനീരിലെ സലൈവറി അമൈലേസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സലൈവറി അമിലേസ്. അന്നനാളം അഥവാ ഈസോഫാഗസ്, പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്നു. ഓക്കെ, പിന്നീട് വരുന്നതാണ് ആമാശയം. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശയത്തിലെ. കൂടാതെ pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഇത്രയും പ്രവർത്തനങ്ങളാണ് ആമാശയത്തിൽ വെച്ച് നടക്കുന്നത്. ആമാശയത്തിൻ്റെ തൊട്ടുമുകളിലായിട്ട് കരൾ അഥവാ ലിവറുണ്ട്. പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. കരളിൻ്റെ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നീട് പാൻക്രിയാസിനെ കുറിച്ച് നമുക്ക് നോക്കാം. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാസ് ആണ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പ്രോട്ടീനിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് ട്രിപ്സിൻ ആണ്. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിക്കുന്നത് ലിപ്പേസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെറുകുടലാണ്. കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. പ്രോട്ടിയോസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. ലഘു പോഷക ഘടകങ്ങൾ ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ജലം, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വൻകുടലാണ്. ദഹനവിധേയമാകാത്ത ആഹാരപദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നത് വൻകുടലാണ്. അത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വൈറ്റമിൻ കെയും ബി കോംപ്ലക്സും ഒക്കെ വൻകുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറംതള്ളുന്നു. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർണ്ണമാവുന്നുണ്ട്. ലഘുഘടകങ്ങളുടെ ആഗിരണം മുഖ്യമായും നടക്കുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. ലഘു പോഷകങ്ങളുടെ ആഗിരണമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ചെറുകുടലിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 6 മീറ്ററോളം നീളമുള്ള 2.5 സെൻറ്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമായ ചെറുകുടൽ. എത്ര മീറ്റർ നീളമുണ്ടെന്ന് പഠിച്ചു വെക്കണേ. 6 മീറ്ററാണ് നീളം, 2.5 സെൻറ്റിമീറ്ററാണ് വ്യാസം. ഇതിൻ്റെ ആദ്യ ഭാഗത്തെയാണ് പക്വാശയം എന്ന് വിളിക്കുന്നത്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം. ചെറുകുടലിൻ്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലെ ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് വില്ലസുകൾ. ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിലാണ് വില്ലസുകൾ കാണപ്പെടുന്നത്. വിരൽ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ വില്ലസുകൾക്ക്. ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ് ഈ ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ. പോഷകാഗിരണത്തിനുള്ള പ്രാഥമിക തലം. രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. ഒരു ധമനീശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമികകൾ കൂട്ടിച്ചേർന്ന് ആയി പുറത്തു പോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു.
നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലാക്റ്റിയൽ ആണ്. ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ. ഇതിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ആഗിരണം ചെയ്യുന്നു. ഓക്കെ, വില്ലസിൻ്റെ ഘടന വരെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.